കഥയുടെ തുടക്കത്തിൽ ഒരു കപ്പൽ കാണുന്നു. അതിൽ ചില ആളുകൾ യാത്ര ചെയ്യുന്നു. ഈ ഷിപ്പിൽ എമി എന്നൊരു പെൺകുട്ടി വളരെ ദുഃഖിതയായി നിന്നിരുന്നു. എമി അങ്ങനെ ദുഃഖിതയായി നിന്നിരുന്നത് കാരണം ഇന്ന് അവളുടെ ജന്മദിനമാണ്. അവളുടെ അച്ഛൻ അവൾക്കായി ഗിഫ്റ്റ് കൊണ്ടുവന്നില്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ അപ്പോൾ അവളുടെ അച്ഛൻ ജോൺ അവളുടെ അടുത്തേക്ക് വരുന്നു. ജോൺ തന്റെ മകളെ ഒരു വോക്കി ടോക്കി ഗിഫ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് എമി വളരെ സന്തോഷവതിയാകുന്നു. അപ്പോൾ ഷിപ്പിലുള്ള ആളുകൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങുന്നു. വാസ്തവത്തിൽ ആ ആളുകൾ കടലിൽ ചാടുന്ന ഡോൾഫിനുകളെ കണ്ടിരുന്നു. ആ ഡോൾഫിനുകൾ വേഗത്തിൽ തീരത്തേക്ക് നീന്തുകയായിരുന്നു. അത് കണ്ട് ഷിപ്പിലുള്ള എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടെ ആ കാഴ്ച ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ആ ആളുകൾക്ക് അറിയില്ലായിരുന്നു, വാസ്തവത്തിൽ ഡോൾഫിനുകൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച് ഓടുകയായിരുന്നു. കാരണം അവരുടെ പിന്നാലെ ഒരു വളരെ അപകടകരമായ മോൺസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഷിപ്പിലുള്ള ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒട്ടും അറിയില്ലായിരുന്നു. അവരെല്ലാവരും ഡോൾഫിനുകളെ കണ്ട് വളരെ സന്തോഷിക്കുകയായിരുന്നു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, കുറച്ചു സമയത്തിനകം ഇവരോട് സംഭവിക്കാൻ പോകുന്നത് അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതാണെന്ന്. അപ്പോൾ ആ മോൺസ്റ്റർ താഴെ നിന്ന് വന്ന് ഇവരുടെ ഷിപ്പിന് നേരെ ആക്രമണം നടത്തുന്നു. അതിനാൽ ഇവരുടെ ഷിപ്പ് മറിഞ്ഞു, എല്ലാ ആളുകളും വെള്ളത്തിൽ വീഴുന്നു. പക്ഷേ ഇതുവരെ ആ ആളുകൾ ആ മോൺസ്റ്ററിനെ കണ്ടിട്ടില്ല. ഈ ആളുകൾ എങ്ങനെയോ തങ്ങളുടെ ജീവൻ രക്ഷിച്ച് നീന്തി തീരത്തേക്കെത്തുന്നു. ഒരു ഏകാന്തമായ ഐലൻഡിലെത്തുന്നു. അവിടെ മൊബൈൽ നെറ്റ്വർക്ക് പോലും പ്രവർത്തിക്കുന്നില്ല. അതായത് ഈ ആളുകൾക്കിനി ആരുമായി ബന്ധപ്പെട്ട് സഹായം തേടാൻ പോലും സാധിക്കില്ല. ഇവിടെ ഞങ്ങൾ ജോണിനെ കാണുന്നു. അദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. ഹോഷിൽ വന്ന ഉടനെ അദ്ദേഹം തന്റെ മകളെ തിരയാൻ തുടങ്ങുന്നു. പക്ഷേ അദ്ദേഹത്തിന് തന്റെ മകളെ ഒരിടത്തും കണ്ടില്ല. അപ്പോൾ വോക്കി ടോക്കിയിൽ തന്റെ മകളുടെ ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നു. ഇപ്പോൾ ജോൺ തന്റെ മകളെ തിരിയുന്നതിനായി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചു ദൂരത്തിൽ മറ്റു പല ആളുകളും കാണപ്പെടുന്നു. അവർ ഷിപ്പ് മറിഞ്ഞ ശേഷം ജീവനോടെ രക്ഷപ്പെട്ടവരാണ്. ഇതേ ആളുകളിൽ ജോൺ തന്റെ മകൾ എമിയെയും കാണുന്നു. തന്റെ മകളെ ജീവനോടെ കണ്ടതിൽ ജോൺ വളരെ സന്തോഷിക്കുന്നു. ഇപ്പോൾ ജോൺ തന്റെ മകളെ രക്ഷിക്കാൻ ആ ദിശയിലേക്ക് പോകാൻ ഒരുമ്പിടുമ്പോൾ അപ്പോൾ ഒരാൾ ജോണിനെ തടഞ്ഞ് അദ്ദേഹം പോകാൻ പോകുന്ന ദിശയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ മറ്റൊന്നുമല്ല, അതുതന്നെ ആ ഭയാനകമായ മോൺസ്റ്റർ പാമ്പാണ്. അത് ഇവരുടെ ഷിപ്പ് മറിച്ചതാണ്. ആ പാമ്പിനെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടരുന്നതായി തന്നെ നിന്നുപോകുന്നു. കാരണം ആ പാമ്പ് വളരെ ഭയാനകമായി കാണപ്പെടുന്നു. ഇപ്പോൾ ആ പാമ്പിനോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾ ആ പാമ്പിനെ കണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോൾ ആ പാമ്പ് അവരുടെ നേരെ ആക്രമണം നടത്തുന്നു. ഒന്നൊന്നായി ജീവനോടെ വിഴുങ്ങാൻ തുടങ്ങുന്നു. ഇപ്പോൾ ജോൺ കാണുമ്പോൾ എന്റെ മകൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഉടൻ തന്റെ മകളെ രക്ഷിക്കാൻ ഓടുന്നു. പക്ഷേ ഇവിടെ ഒരാൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നു. കാരണം അയാൾക്കറിയാമായിരുന്നു, ജോൺ അവിടെ പോയാൽ ആ മോൺസ്റ്റർ ജോണിനെയും കൊന്നുകളയുമെന്ന്. ഇവിടെ ജോൺ ആ ആളിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. പറയുന്നു, എനിക്കെന്റെ മകളെ രക്ഷിക്കണം. പക്ഷേ ആ ആൾ പറയുന്നു, ഇപ്പോൾ വളരെ വൈകിപ്പോയി. അപ്പോൾ ആ മോൺസ്റ്റർ പാമ്പ് ജോണിന്റെ മകളെ ജീവനോടെ വിഴുങ്ങുന്നു. അതോടൊപ്പം ആ പാമ്പ് മറ്റു പല ആളുകളെയും ജീവനോടെ വിഴുങ്ങി കാട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ തന്റെ മകളെ നഷ്ടപ്പെട്ട ജോൺ ഉറക്കെ കരയാൻ തുടങ്ങുന്നു. കാരണം ആ മോൺസ്റ്റർ പാമ്പ് തന്റെ മകളെ തന്റെ കണ്ണുകൾക്ക് മുന്നിൽ ജീവനോടെ വിഴുങ്ങിയത്. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് വോക്കി ടോക്കിയിൽ തന്റെ മകളുടെ ശബ്ദം കേൾക്കുന്നു. അത് കേട്ട് ജോൺ മനസ്സിലാക്കുന്നു, എന്റെ മകൾ ഇതുവരെ മരിച്ചിട്ടില്ല. അവൾ ഇപ്പോഴും ആ വലിയ മോൺസ്റ്ററിന്റെ വയറ്റിനുള്ളിൽ ജീവനോടെയുണ്ട്. അതിനാൽ ഇപ്പോൾ അദ്ദേഹം തന്റെ മകളുടെ പിന്നാലെ പോകാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ജോൺ കാട്ടിലേക്ക് പോകാൻ ഒരുമ്പിടുമ്പോൾ ഇവിടെ ജാക്ക് എന്നൊരാൾ ജോണിനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അതോടൊപ്പം ഇവിടെ മറ്റു ചില ആളുകളും അവരോടൊപ്പം കാട്ടിലേക്ക് പോകാൻ സമ്മതിക്കുന്നു. പക്ഷേ ചില ആളുകൾ അവരെ കാട്ടിലേക്ക് പോകുന്നത് നിരോധിക്കുന്നു. പറയുന്നു, ഈ കാട് വളരെ അപകടകരമാണ്.